ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കറിയാം കർത്താവ് നമ്മുടെ നടുവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ഒക്കെ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കീ സ്പോൺസറാണ്, തിരുവനന്തപുരത്ത് നിന്ന് മേരിക്കുട്ടിയാണ്. താങ്ക് യു സിസ്റ്റർ മേരിക്കുട്ടി. ഇന്ന് മകൾ നമിതയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ നമിത. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നമിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ഒരു വിവാഹം നടക്കുവാൻ, ഭവനം ലഭിക്കുവാൻ, ഹയർ സ്റ്റഡീസിനുള്ള എക്സാം പാസ്സാകുവാൻ, എല്ലാം നന്മകളും കർത്താവെ ആ കുഞ്ഞിൻ്റെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമിതയെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് എ ബ്രാൻഡ് ന്യൂ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി വീക്ക്. പ്രഭാതത്തിൽ കർത്താവ് മന്ന വിതറിയിടുന്നത് പോലെ നമുക്ക് കർത്താവ് തൻ്റെ ഫ്രഷ് മന, ചൂടുള്ള അപ്പം പോലെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. ടേക്ക് യുവർ ബൈബിൾസ്, നോട്ട് ബുക്സ് ആൻഡ് പെൻസ് എല്ലായിടത്തും റെഡിയാകുക. ഇപ്പോൾ തന്നെ ഒത്തിരി പേർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഹാർവസ്റ്റ് ടി വിയിൽ കാണുന്നവർ കാണും, യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ കാണും. ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഹാർവസ്റ്റ് ടി വി ആണ് വിളിച്ചു പറയുക, ഇപ്പോൾ ഈ ടി വി ഓണാക്കാൻ പറയുക, ഈ ചാനൽ ഓണാക്കാൻ പറയുക. ഓക്കെ, കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത് ദ എലമെൻറ്റ്സ് ഓഫ് വർഷിപ്പ്. ആക്ച്വലി ഇറ്റ് ഈസ് ദ എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ്. ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾ വ്യക്തിപരമായ ആരാധന എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. പേഴ്സണൽ വർഷിപ്പ്. ഇതുകൂടാതെ പ്രിപ്പറേഷൻ ഫോർ വർഷിപ്പ് പറഞ്ഞിരുന്നു. എങ്ങനെ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങണം, എന്തിനൊരു ഒരുക്കം ആവശ്യമാണല്ലോ. അതിനുശേഷമാണ് നമ്മൾ സ്ലോലി എലമെൻറ്റ്സ് ഓഫ് വർഷിപ്പ് അഥവാ എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ്, അതായത് കൂട്ടായ ആരാധനയിലെ ഘടകങ്ങൾ. ഒത്തിരി പേര് ഒരുമിച്ചെന്ന് പറയുമ്പോൾ 2 പേരായാലും മതി. മിനിമം എന്ന് പറയുന്നത് 2 ആണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ചിന്തിച്ചു നോക്കണം. 800 കോടി മനുഷ്യരുണ്ട്, പക്ഷേ 2 പേർ എവിടെയെങ്കിലും ഇന്ന സ്ഥലത്തെന്ന് പോലും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും കൂടിയാൽ ഞാൻ ഹാജരുണ്ടെന്നാണ് യേശു പറഞ്ഞത്. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ ഞാനിവിടെ ഉണ്ട്. ഈ സ്പിരിറ്റ് വേൾഡിൽ സ്പേസ് ഡിസ്റ്റൻസിന് പ്രസക്തിയില്ല. സ്പിരിറ്റ് വേൾഡിലേക്ക് ചെല്ലുമ്പോൾ ടൈമിന് പ്രസക്തിയില്ല, ക്ലോക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സ്ഥലത്തിന് പ്രസക്തിയില്ല, ഡിസ്റ്റൻസിന് പ്രസക്തിയില്ല, മാറ്ററിന് പ്രസക്തിയില്ല, ഒന്നും എല്ലാം ഇറലവൻ്റായി മാറുകയാണ്. സോ നമ്മുടെ മധ്യത്തിൽ യേശു കർത്താവുണ്ട്. എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പിൽ ആദ്യമേ നമ്മൾ കണ്ടത് കൺഫെഷൻ ഓഫ് സിൻസ് ആണ്, അഥവാ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ. ഹോസിയ 14:2 അന്ന് നമ്മൾ കണ്ടു. Forgive all our sins and receive us graciously that we may offer the fruit of our lips. ഞങ്ങൾ അധരഫലമായി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ പാപങ്ങളെ കൃപയോടെ അങ്ങ് ക്ഷമിക്കണമേ.
അപ്പോൾ ദൈവത്തോട് നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അത് ആരാധനയ്ക്കുള്ള അന്തരീക്ഷത്തെ തുറക്കുകയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, യെശയ്യാവിൻ്റെ പുസ്തകം 59:2 തോന്നുന്നു, കേൾക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. അതുപോലെ തൊട്ട് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുതായിട്ടുമില്ല. പക്ഷെ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന, അകറ്റിയിരിക്കുന്നത്. സോ കൺഫെഷൻ ഓഫ് സിൻസോടുകൂടെ അടുക്കുകയാണ്. അതുപോലെ ശക്തിയേറിയ ഉണർവുകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വെൽഷ് റിവൈവൽ, അസൂസ സ്ട്രീറ്റ് റിവൈവൽ, പെൻസക്കോള റിവൈവൽ, ആസ്ബറി റിവൈവൽ, ഏറ്റവും റീസെൻ്റായിട്ട് നടന്നത്, ഇതിലെല്ലാം പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു. അതിൽ നിലയ്ക്കാത്ത ആരാധന എന്ന് വെച്ചാൽ ക്യാമ്പസിനകത്ത്, പുറത്ത്, റോഡിൽ ഒക്കെ ആരാധനയാണ്. വാ. അതുപോലെ നെഹമ്യാൻ്റെ പുസ്തകം 9:2 ഞാൻ കഴിഞ്ഞ ദിവസം തന്നിരുന്നു. ലേവ്യ പുസ്തകത്തിൽ പോലും യാഗം കഴിക്കുന്നതിന് മുമ്പ് പാപങ്ങൾ ആ മൃഗത്തിൻ്റെ മേൽ കൈവച്ച് അതിൻ്റെ മേൽ പാപങ്ങളുടെ ഏറ്റുപറച്ചിലുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു. വേറെ കുറേ വചനങ്ങൾ ഞാൻ തന്നിരുന്നു. ഇന്ന് അടുത്തതിലേക്ക് കയറുകയാണ്. എന്ന് വെച്ചാൽ കൂട്ടായ ആരാധന, കോർപ്പറേറ്റ് വർഷിപ്പ് നടക്കുമ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ്, പബ്ലിക് റീഡിങ് ആൻഡ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. പബ്ലിക് റീഡിങ് ആൻഡ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ്, അഥവാ ദൈവവചനം പരസ്യമായി വായിക്കുന്നതും പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും വടവാണ്. പരസ്യമായി ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുക, പ്രഖ്യാപിക്കുക, ഏറ്റുപറയുക, പ്രസംഗിക്കുക, പഠിപ്പിക്കുക, ഉപദേശിക്കുക, ദൈവവചനം. അപ്പോൾ ഇവിടെ ആരാധന എന്ന് പറയുന്ന ഒരു പാട്ട്, സംഗീതം, കയ്യടി, ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ളൊരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. ഒരു ആരാധനയുടെ, അത് കോർപ്പറേറ്റ് വർഷിപ്പാണല്ലോ. ആ കോർപ്പറേറ്റ് വർഷിപ്പിൻ്റെ സെറ്റിങ്ങിൽ 2,000 പേർ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. 2,000 ആകാൻ 2,00,000 ആകും. ഇവിടെ നോക്കാം. The proclamation of God's word is central to worship. ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനം, പ്രസംഗം, അത് ആരാധനയുടെ ഒരു കേന്ദ്ര വിഷയമായിട്ട് തന്നെ എടുക്കണം. അതുപോലെ പബ്ലിക് റീഡിംഗ് ഓഫ് സ്ക്രിപ്ചർ വാസ് പ്രാക്ടീസ്ഡ് ഇൻ ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ്സ്. പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും ദൈവവചനം പരസ്യമായി വായിക്കുന്നൊരു രീതി ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് ആരാധനയുടെ ഒരു പാർട്ടായിട്ട് വേണം എടുക്കാൻ. അതുപോലെ ഗോഡ്സ് വേർഡ് ഈസ് പവർഫുൾ ആൻഡ് ഷുഡ് ബി സെൻട്രൽ ഇൻ വർഷിപ്പ്. ദൈവജനത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ അതിന് വലിയ പ്രാധാന്യം നമ്മുടെ ആരാധനകളിൽ ഉണ്ടാകണം. നമുക്ക് തന്നെ അറിയാം, റോമലേഖനം 10:17 പറയുന്നത്, faith comes by hearing and preaching is the means by which God instructs and edifies his people. കേൾവിയിലൂടെയാണ് വിശ്വാസം വരുന്നത്. ഈ വിശ്വാസം കേൾവിയിലൂടെ വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ദൈവവചനം, ക്രിസ്തുവിൻ്റെ വചനം അതിശക്തമായി കേൾക്കത്തക്ക രീതിയിൽ പ്രസംഗിക്കപ്പെടണം. അതിനൊരാൾ ഉറക്കെ വിളിച്ചു പറയണം, അതിനെ വ്യാഖ്യാനിക്കണം, അതിൻ്റെ പൊരുൾ തിരിക്കണം. ആൻഡ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ്. വചനത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പീസാക്കി മുറിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേൾവിക്കാരുടെ അകത്ത് വിശ്വാസം പെരുകി വരുന്നത്. നെഹമായ 8:8 നമുക്ക് നോക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 8:8. They read from the book of the law of God, making it clear and giving the meaning so that the people understood what was being read. ഇതൊരു ഭയങ്കര സംഭവമാണ്. നെഹമ്യാവിൻ്റെ കാലത്ത് ഭയങ്കരമായ ഉണർവ് നടക്കുകയാണ്. ഉണർവിൻ്റെ തുടക്കമെല്ലാം അറിയാം. ഈ നെഹമ്യാവിൻ്റെ കാലത്ത് നടന്ന ഉണർവ് 2 രീതിയിലുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുകളിൽ നിന്ന് താഴേക്ക്. 2, താഴത്തു നിന്ന് മുകളിലേക്ക്. മുകളിൽ നിന്ന് താഴേക്കുള്ള റിവൈവൽ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകൾ,
ഗവൺമെൻറ് ഓഫീസേഴ്സ്, രാജാക്കന്മാർ, അല്ല ഉയർന്ന സ്ട്രേറ്റയിലുള്ള ആളുകൾ, അവരിൽ ഉണർവ് വന്നിട്ട് താഴേക്ക് വരും. ഇതാണ് ഉണർവിൻ്റെ ഒരു രീതി. അടുത്തൊരു രീതി എന്ന് പറയുന്നത് താഴെ നിന്ന് ഉണർവ് ആരംഭിക്കുകയാണ്. എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർ, ഉദാഹരണത്തിന് അപ്പസ്തോല പ്രവൃത്തികൾ 1, 2, 3 അധ്യായങ്ങളിലെല്ലാം ആരംഭിച്ച ഉണർവ് സാധാരണ മനുഷ്യരുടേതായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ വർക്കിംഗ് ക്ലാസ് മെൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, നഥനയേൽ, ഫിലിപ്പ് തുടങ്ങി സാധാരണ മനുഷ്യരിൽ ഉണർവ് മുകളിലോട്ട് കയറിപ്പോയിട്ട് ഗവൺമെൻറ് തലത്തിൽ, പുരോഹിതന്മാർ ഗവൺമെൻറ് തലത്തിലെല്ലാം അടിച്ചു. ഇങ്ങനെ 2 രീതിയിൽ, മുകളിൽ നിന്ന് താഴേക്ക്, താഴത്തു നിന്ന് മുകളിലേക്ക്, 2 രീതിയിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെടാം. ഞാനിത് പല സ്ഥലങ്ങളിൽ വീക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് അലഹബാദിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഒരു റിവൈവൽ നടന്നു. ഡോക്ടർ R.B. ലാൽ എന്ന ദേവദാസനെയാണ് ദൈവം ശക്തമായതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഉണർവ് കാണാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി ഇവിടുന്ന് പോയി, മറ്റൊരു ദേവദാസനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഞായറാഴ്ച സഭായോഗം കൂടുവാൻ വേണ്ടി അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ചയാണ്. ആളുകൾ ശനിയാഴ്ച അവിടെ എത്തുകയാണ്. ശനിയാഴ്ച എത്തുമ്പോൾ ദാലും ചപ്പാത്തിയെല്ലാം പാക്കറ്റിൽ കൊടുക്കും, അല്ലെങ്കിൽ പൂയി, ഉരുളക്കിഴങ്ങ് കറിയെല്ലാം കൊടുക്കും, പാക്കറ്റുകൾക്ക് കണക്കിന് കൊടുത്തു കയറ്റും. ശനിയാഴ്ച വന്നവർ ക്യാമ്പ് ചെയ്യുന്നത്, ഇത് മെയിൻ തുറന്നു കിടക്കുന്ന ടെൻറ്റിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നത് ഞായറാഴ്ചത്തെ ആരാധന കൂടാൻ വേണ്ടിയിട്ടാണ്. ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇവിടെയൊക്കെ ഭൂതങ്ങളൊക്കെ അലറി വിളിക്കാൻ തുടങ്ങും. ഭയങ്കരമായ ഹീലിങ്സ്, മിറക്കിൾസ് ഒക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ ആ ഉണർവ് കണ്ടു. അപ്പോൾ അവിടെ സംഭവിച്ചത്, ഈ ഉണർവിനെ നേതൃത്വം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യർക്കെല്ലാം 1ഉം 2ഉം PhD ഉണ്ട്. ഏറ്റവും ഉന്നത കുലജാതരും, അപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് വേണ്ട രീതിയിൽ എടുത്താൽ മതി, സാധാരണ അറിയപ്പെടുന്നതിൽ സമൂഹത്തിൽ ഒരു ഏറ്റവും ടോപ്പ് ഹൈ ക്ലാസ്, വളരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1ഉം 2ഉം ഡോക്ടറേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ്, അങ്ങനെയുള്ളവരാണ് ഉണർവിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത്. അവരാണ് ലീഡ് ചെയ്യുന്നത്, അവരാണ് പ്രസംഗിക്കുന്നത്, അവരാണ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. അവരുടെ താഴേക്ക് അവിടെയുള്ള ആളുകളും, വരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ തീവണ്ടികളിൽ കയറി വരികയാണ്. അവർ 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എല്ലാ ആഴ്ചയിലും വരികയാണ്. അവർ ദൈവവചനം കേൾക്കുന്നു. അപ്പോൾ അവിടെ ആ ഉണർവ് നടന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അത് അവിടെ കണ്ടത് മുകളിൽ നിന്ന് താഴേക്കാണ്. ഈ യൂണിവേഴ്സിറ്റി, ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഇവിടെ എല്ലാം ഹൈ ക്ലാസ് സൊസൈറ്റിയിലുള്ള, അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആളുകളുടെ ഇടയിൽ നിന്ന് താഴേക്ക് വരും. എന്നാൽ സാധാരണക്കാർ, ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്ന ചില ഉണർവുകൾ, ഒന്ന് വളരെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഉണർവ് പുറപ്പെട്ട് താഴേക്കുള്ളവരെടുക്കും. എന്നാൽ അവിടെ തന്നെ നേരെ തിരിച്ച് നടക്കുന്നുണ്ട്. വളരെ സാധാരണക്കാരിൽ നിന്ന് ഉണർവ് ആരംഭിച്ച് മുകളിലോട്ട് കയറി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് ഓഫീസേഴ്സ്, അങ്ങനെയുള്ളവരെ തുടർന്ന്. ഇത് രണ്ടും പണ്ടും എന്നും നടക്കുന്നൊരു ഫിനോമിനനാണ്. ഓൾറൈറ്റ്. അപ്പം ഇവിടെ ഈ നെഹമ്യാവിൻ്റെ കാലത്ത് നടന്ന ഉണർവ് മുകളിൽ നിന്ന് താഴേക്കായിരുന്നു. രാജാവിൻ്റെ തൊട്ടു മുമ്പിൽ പാനപാത്രം പിടിച്ചുകൊണ്ട് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന പാനപാത്രവാഹകനായിരുന്ന രാജാവിൻ്റെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയായ ഉദ്യോഗസ്ഥനായിരുന്ന നെഹമ്യാവ് തന്നിലാണ് ഒരു 4 മാസം പ്രാർത്ഥിച്ച് കരഞ്ഞ് ഉപവസിച്ച് ഉണർവിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒന്ന് വ്യക്തിപരമായി അദ്ദേഹം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവസന്നിധിയിൽ അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു. ഉടനെ ദൈവം വഴികൾ, വാതിലുകൾ തുറക്കാൻ തുടങ്ങി. രാജാവ് തന്നെ വേണ്ടത്ര റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ്, ഡിക്രീസ് ഇതെല്ലാം കൊടുക്കുന്നു. മെറ്റീരിയൽ സപ്ലൈ. എന്തിനു വേണ്ടി? ജെറുസലേമിൻ്റെ ചുറ്റുമതിൽ വീണ് കിടക്കുന്ന 120 വർഷമായി തകർന്നു കിടക്കുന്നതിനെ പണിയാൻ. അതിന് മുഴുവൻ പണിത് റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ ബാക്കി സൊസൈറ്റൽ ചേഞ്ചസ്, കമ്മ്യൂണിറ്റിയിലെ ചേഞ്ചസ് ആണ് പിന്നെ വരുന്നത്. ഭയങ്കരമായ മാറ്റങ്ങൾ എല്ലായിടങ്ങളിലും വരികയാണ്. അങ്ങനെ വന്ന് ഓരോന്നിൻ്റെ റെസ്റ്റോറേഷൻ നടക്കുക. ദേവാലയത്തിലെ ആരാധന, ഇതിൻ്റെ എല്ലാ റെസ്റ്റോറേഷൻ നടക്കുന്ന സമയത്താണ് ഒരു ഘട്ടം എത്തിയപ്പോൾ നെഹമ്യാവ് ചെയ്തത്, ന്യായപ്രമാണ പുസ്തകത്തെ കൊണ്ടുവരിപ്പിച്ചു. അവർ നിന്ന്, അവിടുത്തെ പുരോഹിതന്മാരെല്ലാം കൂടെ നിന്ന്
ദൈവവചനം വായിക്കാൻ തുടങ്ങി, ഉറക്കെ വായിക്കാൻ തുടങ്ങി. ഇന്നത്തെ പോലെ PA സിസ്റ്റമില്ല, അല്ലേ, മൈക്രോഫോണോ സ്പീക്കേഴ്സോ ഒന്നുമില്ല. പക്ഷെ ജനം ഉറക്കെ, പുരോഹിതന്മാരൊക്കെ നിന്നുകൊണ്ട് ഭയങ്കരമായി ഉറക്കെ ദൈവവചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് they read from the book of the law of God. ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം അവർ വായിക്കാൻ തുടങ്ങി. ഞാൻ ആ ഭാഗം മലയാളത്തിൽ കൂടെ ഒന്നെടുത്തോട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 8 ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും, തെളിവായി, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇത്തിരി സ്പീഡിലൊന്നുമല്ല, എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യാവുന്ന രീതിയിൽ, ഫോളോ ചെയ്യാവുന്ന രീതിയിൽ ഒരു മോഡറേറ്റ് സ്പീഡിൽ അല്ലെങ്കിൽ സ്ലോ സ്പീഡിൽ വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവിക്കേണ്ടത്. ഇതാണ് ബ്ലെസ്സിംഗ് ടുഡേയിൽ സംഭവിക്കുക. ഇതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമല്ലേ? സാധാരണക്കാർക്ക് ദൈവവചനം വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല. ഞാനുള്ള കാര്യം തുറന്നു പറയാം. ഞാൻ ഉൾപ്പെടെ ഒരു കാലത്ത് ദൈവവചനം വായിക്കുമെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ വേദോസ്തം വായിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയും. അപ്പോൾ അത് മനസ്സിലായാലും മനസ്സിലായില്ലേലും വെറുതെ വായിച്ചു വിട്ടാൽ മതി, മതപുസ്തകം പോലെ വായിച്ചു വിട്ടാൽ മതി. അതാണ് സാധാരണ രീതി. നോ, ജനങ്ങളിൽ മാറ്റം വരണമെങ്കിൽ, ഉണർവ് പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം. 60 വർഷമായി വായിക്കുന്നൊരു വാക്യം ചെറുപ്പകാലത്ത് സൺഡേ സ്കൂൾ മുതൽ കേൾക്കുന്നതാണ്. ഇപ്പോൾ ഒരു 72 വയസ്സുണ്ടെന്ന് വിചാരിച്ചു. 60 വർഷമായി കേൾക്കുന്ന ദൈവവചനം, ഒരു പീസ്, ചിലപ്പോൾ 72ാമത്തെ വയസ്സിലായിരിക്കും എൻ്റെ പൊരുൾ തിരിഞ്ഞു വരുന്നത്. അതുവരെ അത് എങ്ങനെയാണ് പറയണേ, അത് ലോക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന മീനിങ്, അതിൻ്റെ അകത്തിരിക്കുന്ന ട്രൂത്ത്, ലൈറ്റ്, ലൈഫ്, സ്പിരിറ്റ്, റെവലേഷൻ, അത് ഹിഡനായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും പരിശുദ്ധാത്മാവ് അതിൻ്റെ പൊരുൾ തിരിച്ചു കിട്ടുമ്പോൾ, ഒന്നുകിൽ ഒരാളിലൂടെ പരിശുദ്ധാത്മാ നിറവിൽ അഭിഷേകത്തിൽ ദൈവവചനം കൈകാര്യം ചെയ്യുന്ന, വെളിപ്പാടിൽ ശുശ്രൂഷിക്കുന്ന ഒരാളിലൂടെ അത് വെളിപ്പെട്ട് വരണം. അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്ന് ദൈവവചനം വായിക്കുന്ന സമയത്ത് ഇത് പൊരുൾ തിരിഞ്ഞു വരണം. തുടക്കകാലത്ത്, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത്, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചിലതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ചാടി എഴുന്നിട്ട് ഞാൻ തുള്ളിയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ആർക്കിമിഡീസ് പ്ലവന തത്വം എന്നറിയപ്പെടുന്ന തത്വം കണ്ടുപിടിച്ച സമയത്ത്, അറിയാലോ, രാജാവ് ഒരു കിരീടത്തിനത് അതിൽ മിക്സ് ആണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കിരീടത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അദ്ദേഹം കണ്ടുപിടിച്ച ഭയങ്കര ഒരു ഡിസ്കവറിയാണ്, സയൻറ്റിഫിക് ഡിസ്കവറിയാണല്ലോ ഈ പ്ലവന തത്വം. ഇംഗ്ലീഷ് ഞാൻ മറന്നുപോയി. അത് കണ്ടുപിടിച്ച സമയത്ത് അദ്ദേഹം എന്താ കുളിക്കുക എന്തോ ആയിരുന്നു, ഡ്രസ്സ് പോലും ഇടാൻ മറന്നുപോയി. അദ്ദേഹം യുറേക്ക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേക്കഡായിട്ട് ഇറങ്ങി ഓടി രാജാവിൻ്റെ സെൻറ്ററിലേക്ക് ഓടുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ച സന്തോഷത്തിൽ, ഡിസ്കവറിയുടെ സന്തോഷത്തിൽ. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് യുറേക്ക എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു, സയൻറ്റിഫിക് മാഗസിനാണ്. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ക്വിസ്റ്റിൻസും ക്വിസ് കോമ്പറ്റീഷന് പോകാനുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള യുറേക്ക ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. സോ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതാണ് യുറേക്ക. സോ ഞാൻ പറഞ്ഞത്, ഈ ആർക്കിമിഡീസ് ഇത് കണ്ടുപിടിച്ചപ്പോൾ തുള്ളിച്ചാടിയതുപോലെ ഉള്ളൊരു സന്തോഷത്തിൽ ദൈവവചനത്തിൻ്റെ പൊരുളുകൾ തിരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തുള്ളിച്ചാടുമായിരുന്നു. നെഹമ്യാവിൻ്റെ കാലത്ത് സംഭവിച്ചത്, ദൈവത്തിൻ്റെ വചനം അവര് തെളിവായി വായിച്ചു കേൾപ്പിച്ചു, വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പലപ്പോഴും ഞാൻ ശ്രമിക്കുന്നത് അതിനാണ്. കൊച്ചുകുട്ടികൾ മുതൽ ഡോക്ടറേറ്റ് ഉള്ളവർ വരെ, വലിയ ഭുജികൾ വരെയുള്ള ആരായിരുന്നാലും ഈ ദൈവവചനം മനസ്സിലാകണം. അതുകൊണ്ട് മാക്സിമം സിമ്പിളാക്കി ഈ വചനം കൊടുക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. എത്രത്തോളം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദർ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയത്. സരളമായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പലരും റിപ്പോർട്ട് ചെയ്തിട്ട് അതിൽ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഇനി കൊലോസ്യ ലേഖനം 3:16 നോക്കാം. ലെറ്റ് ദ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് ഡ്വൽ among you richly as you teach and admonish one another with all wisdom through psalms and hymns and songs from the Spirit, singing to God with gratitude in our hearts. അത് നമുക്കൊന്ന് മലയാളം നോക്കണം, ബിക്കോസ് അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഇത്രയും വരെ എത്തിയപ്പോഴേക്കും നമുക്ക് വർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടി. ആരാധനയാണെന്ന് മനസ്സിലായി. തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും പാട്ടും ഇതൊക്കെയുണ്ട്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പുതിയ നിയമത്തിൽ പൗലോസും പറയുന്നത് അത് തന്നെ. ആരാധനയോട് കണക്ട് ചെയ്താണ് വചനം ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഞായറാഴ്ച ആരാധനാ യോഗങ്ങളിൽ പാട്ടുപാടും, വചനം പറയും. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സജിത്ത് ബ്രദർ ഒരു പാട്ടെടുത്തിടും, അല്ലെങ്കിൽ ഞാനൊരു പാട്ട് പറയും, ഇന്ന പാട്ട് പാടാൻ പറയും. പാട്ട്, സങ്കീർത്തനം, ആത്മീയഗീതങ്ങൾ, സ്തുതികൾ, മ്യൂസിക്, ഇതിനിടയിൽ കൂടെ വചനത്തെ നമുക്ക് എടുത്തു കളയാൻ സാധ്യമല്ല. ഇങ്ങനെ പോകുമ്പോഴാണ് ആരാധനയുടെ പുലിമ, ആരാധനയിലൊരു ബൂസ്റ്റ് ഉണ്ടാകുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ഐശ്വര്യമായി വസിക്കട്ടെ എന്ന് പറയും. അടുത്തത് മറ്റൊന്ന് കേട്ടോ, First Timothy chapter 4 verse number 13. Until I come, devote yourself to public reading of the scripture, to preaching and to teaching. അപ്പം ഞാൻ വരുന്നത് വരെ നീ എന്ത് ചെയ്യണം? ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ദ പബ്ലിക് റീഡിങ് ഓഫ് സ്ക്രിപ്ചർ, പരസ്യമായ തിരുവെഴുത്തിൻ്റെ വായന, പരസ്യമായ വചന വായന, അതിലും പ്രസംഗിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ഡിവോട്ട് ചെയ്തിരിക്കുക, ഉറ്റിരിക്കാനാണ് പറയുന്നത്. പൗലോസ് പറയും, തിമോഥെയോസ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അതുവരെ നീ ചെയ്യേണ്ട പരിപാടി പബ്ലിക് റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ, ദൈവവചനം പരസ്യമായി വായിക്കണം. പിന്നെന്താ? ടു പ്രീച്ചിങ് ആൻഡ് ടു ടീച്ചിങ്, പ്രസംഗവും പഠിപ്പിക്കലും, ഇതിലെല്ലാം ഉറ്റിരിക്കണം. ഒരിക്കലും നമുക്ക് ദൈവവചനത്തെ ആരാധനയിൽ നിന്ന് അകറ്റാൻ സാധ്യമല്ല. ഓക്കെ? കാരണം ഈ ആരാധനയുടെ സമയത്ത്, ആരാധന പലപ്പോഴും ദൈവത്തിനുള്ളതാണ്, ദൈവത്തിനാണ് നമ്മൾ ആരാധന കൊടുക്കുന്നത്. പക്ഷേ സറാഫുകൾ ഒരുത്തനോട് ഒരുത്തൻ, ഒരുവനോട് ഒരുവൻ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. തമ്മിൽ സംസാരിക്കുന്നു, തമ്മിൽ പ്രബോധിപ്പിക്കുന്നു, തമ്മിൽ ആത്മീയ വർധന വരുത്തുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:42 they devoted themselves to apostles' teaching and to fellowship. അപ്പസ്തോലന്മാരുടെ ഉപദേശം, ടീച്ചിങ് ഫ്രം ദ വേർഡ്, അതിൽ അവർ ഉറ്റിരുന്നു. അടുത്തത് 2 Timothy chapter 4 verse number 2. Preach the word. Be prepared in season and out of season. Correct, rebuke, encourage with great patience and careful instruction. അപ്പോൾ അവിടെ പറയുന്നത് preach the word, വചനം പ്രസംഗിക്കുക, ശക്തമായ രീതിയിൽ വചനം പ്രസംഗിക്കണം. Be prepared in season and out of season. സമയത്തും അസമയത്തും, നല്ല കാലത്തും അല്ലാത്ത കാലത്തും എന്ത് ചെയ്യുക? ബി പ്രിപ്പേർഡ്, ഒരുങ്ങിയിരിക്കുക. ദൈവ മക്കൾക്കുള്ള ഒരു ഉപദേശം ഇതാണ്. നല്ല കാലവും ചീത്തക്കാലവും എല്ലാം വരും, പക്ഷേ ബി പ്രിപ്പേർഡ്. കൊറോണ കാലം ചില വർഷങ്ങൾ തന്നെ ലോകം ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. കർത്താവ് കൃപയാൽ അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ അങ്ങനെയുള്ള സീസണുകൾക്ക് വേണ്ടിയും ഇത് ദുഷ്കാലമാകയാൽ എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. മറ്റു സ്ഥലത്ത് പറയുന്ന അന്ത്യകാലത്ത് ദുർദിവസങ്ങൾ വരും. മനുഷ്യന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ അന്ത്യകാലത്ത് ദുഷ്ടത പെരുകും, ക്രൂരത പെരുകും. അന്ത്യകാലത്ത് അതിഭീകരമായ കാലങ്ങൾ വരും. അതിലേക്ക് ലോകം പതുക്കെ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ്. മറക്കരുത്,
ഇനി വെളിപ്പാട് പുസ്തകം 1:3 പറയുന്നത്, ബ്ലെസ്ഡ് ഈസ് ദ വൺ who reads aloud the words of this prophecy, and blessed are those who hear it and take to heart what is written in it, because the time is near. കാലം അടുത്തിരിക്കുകയാൽ, സമയം അടുത്തിരിക്കുകയാൽ. അവിടെ പറയുന്നത്, ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ എന്ത് ചെയ്യുക? ഉറക്കെ വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക. ആൻഡ് ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹിയർ ഇറ്റ്. അത് കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അനുഗ്രഹീതർ. ആൻഡ് ടേക്ക് ടു ഹാർട്ട് വാട്ട് ഈസ് റിട്ടൺ ഇൻ ഇറ്റ്. അതിലെഴുതിയിരിക്കുന്നത് ഹൃദയത്തിലേക്ക് എടുക്കുന്നവർ അല്ലെങ്കിൽ ഗ്രഹിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. നല്ലതല്ലേ? എന്താണ് ഞാൻ പറഞ്ഞത്? ദ എലമെന്റ്സ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ്, കൂട്ടായ ആരാധനയിലെ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഒന്ന്, പാപങ്ങളെ ഏറ്റുപറയുക ദൈവസന്നിധിയിൽ. 2, ദൈവവചനം വായിച്ച് കേൾപ്പിക്കുക, ഉറക്കെ പ്രസംഗിക്കുക, പഠിപ്പിക്കുക. അത് വർഷിപ്പിൻ്റെ ഒരു പാർട്ടായിട്ടാണ് വചനത്തിൽ കാണുന്നത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇടാമോ? ലൈവ് ചാറ്റിൽ ഒരു തംസപ്പ് ഇടുക. നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ സാക്ഷ്യങ്ങളോ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. പിശുക്കരുത്. അത് കർത്താവിന് മഹത്വമാണ്. ഒത്തിരി പേര് അത് വായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ നാമത്തിൽ മൈഗ്രെയിൻ മൂലം പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കാലിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീര് വെച്ചിട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ തലയിൽ ഈ ഇങ്ങനെ അതിനെ പറയേണ്ടത് ഡാൻഡ്രഫ്, താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് മുടി പാച്ചസ് ആയിട്ട് പൊഴിഞ്ഞു പോകുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ദൈവികമായ വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് അത്ഭുതം ചെയ്യണമേ. കരങ്ങൾ നെറ്റിപ്പിടിക്കാം. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. വിൽ കണ്ടിന്യൂ ദിസ്. ലിങ്കുകൾ അനേകർക്ക് ദയവായി അയച്ചു കൊടുക്കുക. ബൈ.